ഒരു വീട് പണിയുവാൻ നമുക്ക് കല്ലും മണ്ണും പണവും മതിയാകും. എന്നാൽ ഒരു ഭവനം അല്ലെങ്കിൽ ഒരു മനോഹരമായ കുടുംബം പണിയാൻ ഇവ മാത്രം പോരാ. അവിടെ ദൈവികമായ ജ്ഞാനവും വിവേകവും ആവശ്യമാണ്. ഈ ലോകത്തിലെ സകല സമ്പത്തുണ്ടായാലും ജ്ഞാനമില്ലെങ്കിൽ ആ ഭവനം തകർന്നു പോകും. ദൈവവചന പ്രകാരം പറയുന്നു, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാധ്വാനിക്കുന്നു, യഹോവ നഗരം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥാ ജാഗരിക്കുന്നു. സങ്കീർത്തനങ്ങൾ 127:1 ബൈബിളിലെ യോശുവയുടെ ജീവിതം ഇതിന് വലിയൊരു ഉദാഹരണമാണ്. ഇസ്രായേൽ ജനത്തെ നയിച്ച വലിയൊരു നേതാവായിരുന്നിട്ടും തൻ്റെ കുടുംബത്തെ വിശ്വാസത്തിൽ നിർത്താൻ അവൻ ജ്ഞാനം ഉപയോഗിച്ചു. അവൻ ജനത്തോട് ധൈര്യത്തോടെ പറഞ്ഞു, നിങ്ങൾ ആരെ സേവിക്കുമെന്ന് ഇന്ന് തെരഞ്ഞെടുത്തുകൊള്ളുവിൻ, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കാം. ദൈവത്തെ കേന്ദ്രമാക്കിക്കൊണ്ട് തൻ്റെ ഭവനത്തെ ജ്ഞാനത്തോടെ പണിയാൻ യോശുവയ്ക്ക് കഴിഞ്ഞു. അതുകൊണ്ട് ആ ഭവനം തലമുറകളോളം മാതൃകയായി സ്ഥിരപ്പെട്ടത്. ഒരു വീടിൻ്റെ ഭംഗി അതിൻ്റെ ചുവരുകളിലല്ല, മറിച്ച് അവിടെ ജീവിക്കുന്നവരുടെ പരസ്പരമുള്ള സ്നേഹത്തിലും ദൈവഭക്തിയിലുമാണ്. ജ്ഞാനമുള്ള ഒരു സ്ത്രീ തൻ്റെ വീടിനെ പണിയുന്നു, എന്നാൽ ഭോഷത്വമുള്ളവൾ സ്വന്തം കൈകളാൽ അതിനെ പൊളിച്ചു കളയുന്നു. നമ്മുടെ കുടുംബങ്ങളെ നാം എങ്ങനെയാണ് പണിയുന്നത്? വെറും ഭൗതികമായ ആഡംബരങ്ങൾ കൊണ്ടാണോ, അതോ വിവേകവും പ്രാർത്ഥനയും കൊണ്ടാണോ? എൻ്റെ ഉപദേശം ഇതാണ്: നിങ്ങളുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ജ്ഞാനത്തോടെയും വിവേകത്തോടെയും നേരിടുക. പരസ്പരം ക്ഷമിക്കാനും സ്നേഹിക്കാനുമുള്ള വിവേകം ദൈവത്തോട് ചോദിച്ച് വാങ്ങുക. ദൈവവചനമാകുന്ന പാറമേൽ നിങ്ങളുടെ ഭവനത്തെ പണിയുക. അപ്പോൾ ലോകത്തിൽ ഏത് കൊടുങ്കാറ്റടിച്ചാലും ഏത് പ്രതിസന്ധി വന്നാലും നിങ്ങളുടെ ഭവനം തകരാതെ സ്ഥിരമായി നിൽക്കും. ദൈവത്തെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ നാഥനാക്കുക. ക്രിസ്തുയേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.